നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. മണോലോ മാർക്കസ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലകൻ ഒരുപക്ഷെ ജൂണിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലകനായിട്ട് തന്നെ തുടരുമോ എന്ന് പറയുന്ന സംശയങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത്. അപ്പം ഇതിൻ്റെ പല കാരണങ്ങളുണ്ടാകാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ അദ്ദേഹം പോയത്, അല്ലെങ്കിൽ ഇപ്പം ജൂൺ കഴിഞ്ഞിട്ട് തീരുമാനിക്കുക എന്ന് പറയുന്നൊരു ലെവലിലേക്കൊക്കെ പോയത് എന്നുള്ളതിൻ്റെ ചില കാരണങ്ങൾ എന്താകാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഇത് സ്ട്രിക്ട്ലി എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഫുട്ബോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണല്ലോ. അപ്പം എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ ഇതൊന്നും അല്ലാത്ത ചില കാരണമായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞൊരു ആർട്ടിക്കിൾ തന്നെ പറഞ്ഞാണ് അദ്ദേഹത്തിന് ചില അസംതൃപ്തികൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അത് വളരെ വിസിബിളാണ്. നമുക്ക് ആ പോയിന്റ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ആണ്. ഇപ്പം നല്ലൊരു ഫെഡറേഷൻ അല്ല, അതിനകത്തുള്ളിൽ പൊളിറ്റിക്സും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോച്ചിന് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വളരെ മൂടുതാങ്ങി ആയിട്ടൊക്കെ നിൽക്കുന്നൊക്കെ ഒരു കോച്ചായിരിക്കണം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു പേരിന് വെക്കാം. ഇപ്പം മുമ്പുണ്ടായിരുന്ന ഇഗോർ സ്റ്റിമാച്ച് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളാണ്. അയാൾ പോയി കഴിഞ്ഞ് അയാളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴാണ് അയാൾ വാ തുറക്കാനും ഒക്കെ തുടങ്ങി. അതുവരെ 5 കൊല്ലം പിടിച്ചു തൂങ്ങിയിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷം ഷോ ഓഫ് ഇറക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പുള്ളി പറയുന്ന കാര്യങ്ങൾ വാസ്തവമുണ്ട്, പക്ഷേ അദ്ദേഹം പറഞ്ഞ സമയം ആയിരുന്നു അത്ര ശരിയല്ലായിരുന്നത്. കാരണം പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പുള്ളിക്ക് ബോധോദയം വന്നത്. അതുവരെ പുട്ടടിച്ച് അവരുടെ ആയിട്ട് ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്ത് പരിപാടികളൊക്കെ ഒപ്പിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏജൻസി പരിപാടികൾ. അതിപ്പോൾ ക്ലബ് സൈഡ് മാത്രമല്ല നാഷണൽ സൈഡിലും ഉണ്ട്. അതിൻ്റെ അലിഗേഷൻസ് ഒക്കെ വന്നത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ പല ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പം ആ ഒരു പ്രഷർ, കാരണം ടീം സെലക്ഷനിൽ പോലും ഒരു ഹെഡ് കോച്ചിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു നിലപാടൊക്കെ ഉള്ളൊരു കോച്ചിന് അല്ലെങ്കിൽ ഒരു വിഷണറി ആയിട്ട് വരുന്ന കോച്ചിന് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അടുത്തൊരു കാര്യമാണ് പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ISL കളിക്കുന്ന പോലല്ല പലപ്പോഴും നാഷണൽ ടീമിൽ വരുമ്പോഴത്തേക്കും പ്ലേയേഴ്സ് കളിക്കുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ ബംഗ്ലാദേശിനെതിരേക്കുള്ള മത്സരം അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. പിന്നെ കോച്ചിന് അതിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. അതായത് ആ പ്ലേയേഴ്സിനെ കൊണ്ട് കളിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യം, അതിൻ്റെ ഒരു ചാർജ് ഉള്ള ഒരാളാണല്ലോ കോച്ച്. അതല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ ഒഴിവാക്കുക. പക്ഷേ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു തീരുമാനമല്ല, കുറച്ച് നാൾ വർക്ക് ചെയ്ത് മാത്രം എടുക്കാൻ പറ്റുന്നൊരു തീരുമാനമാണ് എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ തന്നെ കാര്യങ്ങൾ മാറി മറിയുന്നൊരു സാഹചര്യമാണുള്ളത്. എല്ലാ രാജ്യങ്ങളും ഒറിജിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് അവരുടെ ലെവൽ, ഇപ്പം നമ്മുടെ പുറകെ കിടക്കുന്ന രാജ്യങ്ങൾ പോലും അവരുടെ ലെവൽ കൂട്ടിക്കൊണ്ട് വരുന്നൊരു സാഹചര്യമാണ്. അപ്പം ഒന്നെങ്കിൽ ഈ ഒരു കാര്യം മനോല മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് ഒന്നും ചെയ്യാനില്ല. ISL കളിക്കുന്ന പ്ലേയേഴ്സിനെ കൊണ്ട് കളിപ്പിക്കാമെന്നല്ലാണ്ട് ഈ പറഞ്ഞ ഒറിജിൻ പ്ലേയേഴ്സിൻ്റെ കാര്യം, OCA പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ എന്ന് നടക്കുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പം വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതായിരിക്കും. കാരണം ഇപ്പോൾ അദ്ദേഹം ISL ഒരു ടീമിൻ്റെ കോച്ചായിട്ടിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റിയാണ് വിദേശ താരങ്ങളെ കളിപ്പിക്കാം, അദ്ദേഹത്തിന് ഒരു ടീം ബിൽഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങളുണ്ട്. മേജർ പൊസിഷനിൽ വിദേശ താരങ്ങളെ കളിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ISL അദ്ദേഹം ഒരു പേര് നേടിയെടുത്തിട്ടുള്ളൊരു പരിശീലകനാണ് എന്നുള്ളതാണ്. അപ്പോൾ ISL കപ്പടിച്ചു, ഏറ്റവും ഒടുവിൽ സൂപ്പർ കപ്പ് അടിച്ചിട്ട് അവരെ AFCയിലേക്കൊക്കെ യോഗ്യത നേടിക്കൊടുത്തു. അപ്പം ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ റിസ്ക് ഫാക്ടറാണ് റിസൾട്ടൊക്കെ നേടിയെടുക്കാനായിട്ട്. ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ജോലി തന്നെ പോകുന്ന രീതിയിലേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ വന്നേക്കാം. നമുക്കറിയാമല്ലോ, ഇന്ത്യൻ നാഷണൽ ടീമിൽ ഒരു കോച്ചും സക്സസ്ഫുൾ എന്ന് നമുക്ക് സമീപകാലത്തൊന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസ്ക് ഫാക്ടർ ആയിരിക്കാം. അത് മനസ്സിലാക്കിയിട്ടുണ്ടാകാവുന്നതാണ്. ഇന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൂപ്പർ കപ്പിൽ വിജയിച്ചിട്ട് AFC ചാമ്പ്യൻസ് ലീഗ് 2 ഒരു യോഗ്യതയൊക്കെ നേടി നിൽക്കുന്നൊരു സാഹചര്യമാണല്ലോ ഉള്ളത് FC ഗോവ. അപ്പം അദ്ദേഹത്തിൻ്റെ മൈൻഡ് വേണമെങ്കിൽ ഒന്ന് മാറിയേക്കാം. കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന് പരിശീലിപ്പിക്കാൻ കിട്ടിയിട്ടുള്ളൊരു അവസരമാണ്. അത് വെറുതെ കൊണ്ട് കളയണ്ട. ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഇങ്ങനെയാണെന്നറിയാം. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രോത്തിനും ഒക്കെ അതൊരു രീതിയിലേക്ക് വന്നേക്കാം. പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നു, നമുക്ക് ശമ്പളം നോക്കുവാണെങ്കിൽ എന്താണെങ്കിലും ഒരു ISL ക്ലബ്ബ് കൊടുക്കുന്ന അത്രയും സാലറി ഒന്നും കിട്ടില്ല. അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ അത്രയും പല പൊളിറ്റിക്സും പല പ്രഷറും പല തലവേദനകളുടെയൊക്കെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണോ വളരെ കംഫർട്ടബിളായിട്ട് പോസിറ്റീവായിട്ട് കരിയർ വർക്ക് ചെയ്യുന്നതാണോ എന്നുള്ള കാര്യം ഒരു കോച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാരണങ്ങളാണ്. ചിലപ്പം ഇതിലേതെങ്കിലും ഒരു കാരണമായിരിക്കാം, ഇതിലുള്ള കാരണമേ ആയിരിക്കില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഒപ്പീനിയൻസ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വരികയാണ്.